ലഹരി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് അശ്വിനി. ഇന്ന് ലഹരി വിരുദ്ധ ദിനം. ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് അറിയപ്പെട്ടിരുന്ന കേരളം ഇന്ന് ലഹരി മാഫിയയുടെ കൈകളിലാണ്. വരും തലമുറയെ ഈ മഹാവിപത്തിൽ നിന്നും രക്ഷിക്കാൻ നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം. കേരളത്തിൽ പരക്കെ മഴ ശക്തി പ്രാപിക്കുന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർമാർ അറിയിച്ചിട്ടുണ്ട്. കനത്ത മഴയെ തുടർന്ന് മുല്ലപ്പെരിയാർ ജലനിരപ്പ് ഉയർന്നു. VS അച്യുതാനന്ദന്റെ ആരോഗ്യനിലയിൽ മാറ്റമില്ല. ചികിത്സയിൽ കഴിയുന്ന മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ ആരോഗ്യനില തത്സ്ഥിതിയിൽ തുടരുന്നുവെന്ന് മെഡിക്കൽ ബുള്ളറ്റ്. വിദഗ്ധ സംഘത്തിന്റെ നേതൃത്വത്തിൽ ആരോഗ്യനില സൂക്ഷ്മമായി വിലയിരുത്തുകയാണെന്നും ആശുപത്രി അധികൃതർ അറിയിച്ചു. തിരുവനന്തപുരം SUT ആശുപത്രിയിൽ അതിതീവ്ര പരിചരണ വിഭാഗത്തിൽ വെന്റിലേറ്ററിൽ തുടരുകയാണ് VS. മകൻ അമ്മയെ ചുട്ടുകൊന്നു, അയൽവാസിക്കു നേരെയും ആക്രമണം. കാസർഗോഡ് മഞ്ചേശ്വരത്ത് മകൻ അമ്മയെ ചുട്ടുകൊന്നു. വോർക്കാടി നലങ്ങി സ്വദേശി ഫിൽഡയാണ് കൊല്ലപ്പെട്ടത്. അയൽവാസി ലോലിറ്റയ്ക്ക് നേരെയും ആക്രമണം നടന്നു. പ്രതി മെൽവിൻ ഒളിവിൽ. എന്തിനാണ് അക്രമം നടത്തിയത് എന്നതിൽ വ്യക്തത വന്നിട്ടില്ല. ഇന്ന് പുലർച്ചെയാണ് അക്രമം ഉണ്ടായത്. അമ്മയ്ക്ക് പ്രശ്നമുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് യുവതിയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയത്. യുവതിയെ ശേഷം തീ കൊളുത്തുകയായിരുന്നു എന്ന് പോലീസ് അറിയിച്ചു. വീട്ടിൽ ഉറങ്ങുകയായിരുന്ന അമ്മയ്ക്ക് നേരെയായിരുന്നു ആദ്യ ആക്രമണം നടന്നത്. അമ്മയും മകനും മാത്രമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത്. പ്രതിയുടെ മറ്റൊരു സഹോദരൻ കുവൈറ്റിൽ ജോലി ചെയ്യുന്നു. പ്രതി കെട്ടിട നിർമ്മാണ തൊഴിലാളിയാണ് എന്നാണ് പോലീസ് പറയുന്നത്. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തി വരികയാണ്. സംഭവത്തെ തുടർന്ന് ഒളിവിൽ പോയ പ്രതി മെൽവിനെ ഉടുപ്പി കുന്താപുരയിൽ വെച്ച് പോലീസ് പിടികൂടി. കൊലപ്പെടുത്തിയ ശേഷമാണോ തീ കൊളുത്തിയത് എന്നും പോലീസ് സംശയിക്കുന്നതായി അറിയിച്ചിട്ടുണ്ട്. വൈദ്യുതി ചാർജ് 3 ഇരട്ടി വർദ്ധിപ്പിച്ചു എന്ന പ്രചാരണം വ്യാജമെന്ന് KSEB. TOD ബില്ലിംഗിൽ വൈകിട്ട് 6 മുതൽ രാത്രി 10 വരെ വൈദ്യുതി നിരക്കിൽ 3 ഇരട്ടി വർധന എന്നത് വ്യാജ പ്രചാരണമെന്ന് KSEB. ഈ സമയത്ത് 25% കൂടുതൽ നിരക്കാണ് ഈടാക്കുന്നത്. രാവിലെ 6 മുതൽ വൈകുന്നേരം 6 വരെ നിരക്കിൽ 10% കുറവ് നൽകും. രാവിലെ 10 മുതൽ രാവിലെ 6 വരെ സാധാരണ നിരക്ക് ഈടാക്കും. പ്രതിമാസം 250ലധികം യൂണിറ്റ് വൈദ്യുതി ഉപയോഗിക്കുന്ന ഗാർഹിക ഉപഭോക്താക്കൾക്കും ഹൈ ടെൻഷൻ, എക്സ്ട്രാ ഹൈ ടെൻഷൻ, 20 കിലോ വാട്ടിന് മുകളിൽ കണക്റ്റഡ് ലോഡുള്ള ലോ ടെൻഷൻ വ്യാവസായിക ഉപഭോക്താക്കൾക്കുമാണ് ടൈം ഓഫ് ഡേ ബില്ലിംഗ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. പമ്പ് സെറ്റ്, ഇസ്തിരിപ്പെട്ടി, ഹീറ്റർ, മിക്സി, ഗ്രൈൻഡർ എന്നിവയുടെ ഉപയോഗം പകൽ സമയത്തേക്ക് മാറ്റിയാൽ 35% വരെ പണം ലാഭിക്കാമെന്നും KSEB അറിയിച്ചു. മയക്കുമരുന്ന് വേട്ട. യുവതിയടക്കം 2 പേർ പിടിയിൽ. കണ്ണൂരിൽ വൻ മയക്കുമരുന്ന് വേട്ട. യുവതി ഉൾപ്പെടെ 2 പേർ എക്സൈസിന്റെ പിടിയിൽ. വെള്ളോറ സ്വദേശി മുഹമ്മദ് മഷൂദ്, അഴീക്കോട് സ്വദേശി സ്നേഹ എന്നിവരാണ് പിടിയിലായത്. ഇവരിൽ നിന്ന് 184 ഗ്രാം മെത്താഫെറ്റമിൻ, 89 ഗ്രാം MDMA, 12 ഗ്രാം ഹാഷിഷ് ഓയിൽ എന്നിവ പിടികൂടി. പിടിയിലായവർ നേരത്തെയും മയക്കുമരുന്ന് കേസുകളിൽ പ്രതികളാണെന്ന് എക്സൈസ് കണ്ടെത്തി. ഫോർമാലിൻ കലർത്തിയ മത്സ്യങ്ങൾ വിപണിയിൽ വ്യാപകമാകുന്നു. ട്രോളിംഗ് നിരോധനം മുതലെടുത്ത് ഗുരുതരാരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്ന ഫോർമാലിൻ കലർത്തിയ മത്സ്യങ്ങൾ വിപണിയിൽ വ്യാപകമാകുന്നു. ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, കർണാടക, പോണ്ടിച്ചേരി എന്നിവിടങ്ങളിൽ നിന്ന് എത്തിക്കുന്ന മീനുകളാണിവ. ചൂര, സ്രാവ്, തിരണ്ടി തുടങ്ങിയ വലിയ ഇനം മീനുകളാണ് ഫോർമാലിൻ അടക്കമുള്ള രാസവസ്തുക്കൾ കലർത്തി എത്തുന്നത്. കാഴ്ചയിൽ പച്ചയാണെന്ന് തോന്നും. പാകം ചെയ്യുമ്പോൾ മാംസത്തിന് കറുത്ത നിറം ഉണ്ടാകുന്നതായും ചിലപ്പോൾ കറി പതയോടുകൂടി തിളച്ചു പൊന്തുന്നതായും പരാതിയുണ്ട്. വിപണിയിൽ ഫോർമാലിൻ കലർത്തിയ മീൻ വ്യാപകമായിട്ടും ചെക്ക് പോസ്റ്റുകളിലടക്കം പരിശോധന നടത്താൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് തയ്യാറാകുന്നില്ല. കേരള തീരത്തെ മത്സ്യത്തിന്റെ 4/1 വിലയ്ക്ക് ലഭിക്കുന്ന മത്സ്യം കച്ചവടക്കാർ 4 ഇരട്ടി വിലയ്ക്കാണ് വിൽക്കുന്നത്. റോഡ് മാർഗം എത്തുന്നതിന്റെ 2 ഇരട്ടി മത്സ്യം ട്രെയിൻ വഴിയും എത്തുന്നുണ്ട്. സംസ്ഥാന ഭക്ഷ്യസുരക്ഷാ വകുപ്പിന് റെയിൽവേ സ്റ്റേഷനിൽ പരിശോധന നടത്താൻ അധികാരമില്ല. ഫോർമാലിൻ തളച്ച മീനുകളുടെ ചെകിളപ്പൂക്കൾക്കും കണ്ണിനും നിറവ്യത്യാസമുണ്ടാകും. തൊലിപ്പുറത്തെ മിനുമിനുപ്പ് ഉണ്ടാകില്ല. തൊലിപ്പുറത്ത് ദുർഗന്ധമുള്ള ദ്രാവകം ഉണ്ടാകും. കറിയാകുമ്പോൾ മാംസത്തിന് നിറവ്യത്യാസവും മൃദുത്വവും ഉണ്ടാകുമെന്നും ഇത്തരത്തിലുള്ള മീൻ ഭക്ഷിക്കരുതെന്നും മുന്നറിയിപ്പുണ്ട്. തട്ടിപ്പു കേസിൽ വെളിപ്പെടുത്തലുമായി ക്രൈംബ്രാഞ്ച്. നടനും BJP നേതാവുമായ കൃഷ്ണകുമാറിന്റെ മകൾ ദിയയുടെ ആഭരണക്കടയിലെ ജീവനക്കാർ നൽകിയ പരാതി വ്യാജമെന്ന നിഗമനം.
കൃഷ്ണകുമാർ അടക്കമുള്ളവർ തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തി പണം തട്ടിയെടുത്തെന്ന പരാതിക്കാരുടെ ആരോപണം തെളിയിക്കുന്ന തെളിവുകൾ പരാതിക്കാർക്ക് ഇതുവരെ ഹാജരാക്കാനായിട്ടില്ലെന്ന് ക്രൈംബ്രാഞ്ച് കോടതിയെ അറിയിച്ചതോടെ എല്ലാം വ്യക്തമാവുകയാണ്. മുൻകൂർ ജാമ്യ ഹർജിയിലെ വാദം കേൾക്കവെയാണ് ക്രൈംബ്രാഞ്ച് നിലപാട് വ്യക്തമാക്കിയത്. 3 ജീവനക്കാരും മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരുന്നു. എന്നാൽ തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതി ഇത് തള്ളി. തുടർന്ന് കോടതി വിധിയിൽ സന്തോഷമുണ്ടെന്ന് നടൻ കൃഷ്ണകുമാർ മാധ്യമങ്ങളോട് പറഞ്ഞു. ചരിത്ര നിമിഷത്തിലേക്ക് വാതിൽ തുറന്നു. ശുഭാംശു ശുക്ല ഉൾപ്പെടെയുള്ള ബഹിരാകാശ യാത്രികർ ഉൾപ്പെട്ട ഡ്രാഗൺ പേടകം വൈകിട്ട് 4:30 അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തി. കായിക ലോകം. ഹർഷിത് റാണയെ ഇന്ത്യൻ ടീമിൽ നിന്നും ഒഴിവാക്കി. ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പരയിലെ ആദ്യ മത്സരം തോറ്റതിന് പിന്നാലെ പേസർ ഹർഷിത് റാണയെ ടീമിൽ നിന്ന് ഒഴിവാക്കിയതായി റിപ്പോർട്ട്. ബുധനാഴ്ച ബർമിംഗ്ഹാമിൽ നടക്കുന്ന 2ാം ടെസ്റ്റിൽ ഹർഷിത് ടീമിനൊപ്പം ചേരില്ലെന്നാണ് BCCI വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. ഹർഷിതിനെ ടീമിൽ നിന്ന് ഒഴിവാക്കുമെന്ന് മുഖ്യ പരിശീലകൻ ഗൗതം ഗംഭീർ സൂചന നൽകിയ ഒരു ദിവസത്തിന് ശേഷമാണ് നടപടി. ഹർഷിതിന് ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടെന്നായിരുന്നു ഗംഭീർ പ്രതികരിച്ചത്. നമ്മുടെ ആരോഗ്യം നമ്മളിലൂടെ. പാലുൽപ്പന്നങ്ങളിൽ പ്രധാനിയായ പനീർ നിരവധി പോഷക ഗുണങ്ങളാൽ സമ്പുഷ്ടമാണ്. ജീവകങ്ങൾ, ധാതുക്കൾ, കാൽസ്യം, ഫോസ്ഫറസ് എന്നിവ പനീറിൽ ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. എല്ലുകളുടെയും പല്ലുകളുടെയും വളർച്ചയ്ക്ക് പനീർ കഴിക്കുന്നത് നല്ലതാണ്. നഷ്ടപ്പെട്ട ഊർജം വളരെ പെട്ടെന്ന് വീണ്ടെടുക്കാനും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും പനീർ സഹായിക്കും. ഗർഭിണികൾക്ക് ആവശ്യമായ ജീവകം B കോംപ്ലക്സ് വൈറ്റമിനായ ഫോളേറ്റുകൾ പനീറിൽ ധാരാളമായുണ്ട്. തേർഡ് ഡിവിഷന്റെ ഇന്നത്തെ വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.